എന്താടാ നീ വലിയ കൊമ്പത്തുള്ള ആളായിപ്പോയോ ഒരു ജോലി കിട്ടിയപ്പോൾ? എടാ നിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നീ വലിയ ആളായി പോകുന്നുണ്ട് വിചാരം. നിനക്ക് മാത്രമേ നാട്ടിൽ പെണ്ണ് കിട്ടത്തുള്ളൂ. യു തിങ്ക് യു ആർ ഓൾ ദാറ്റ്? യു തിങ്ക് യു ആർ ഓൾ ദാറ്റ്? അതെ, നീ വലിയ ആളായി പോകുന്നുണ്ട് എൻ്റെ വിചാരം. നീ വലിയ സുപ്പീരിയർ ആയി പോകുന്നുണ്ട് വിചാരം. അതെ, നമ്മളിങ്ങനെയൊക്കെ ചോദിക്കില്ല ചിലപ്പോൾ. ഓ വലിയ ആളായി പോയെന്ന്. പോടാ, പിന്നെ നീ മാത്രമേ ഉള്ളൂ. നീ വലിയ ആളായി പോയെന്ന് എൻ്റെ വിചാരം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില സമയങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ സുഹൃത്തുക്കളോട് പറയാറില്ലേ? അങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റുള്ള വാക്കുകളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ മനോഹരമായി മലയാളം സംസാരിക്കുന്ന പോലെ അതേ ഫീലിങ്ങോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പഠിക്കണം. വെൽക്കം ടു DKS ഇംഗ്ലീഷ് ക്ലാസ് റൂം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഫോളോ മൈ ലീഡ്സ്. ഞാൻ പറയുന്നത് പോലെ, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ ചിലരൊക്കെ ഭാവം കണ്ട വലിയ ആളായെന്ന് വിചാരം. പോടാ പഠിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കുക.